ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രശ്മി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ഞാനത് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു വൈവ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വന്നാണ് ഇതിൻ്റെ വോയിസ് ഓവർ ചെയ്തിടാൻ പോകുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ അത്യാവശ്യം ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു കുപ്പിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചത് ഇച്ചിരി ഡാർക്ക് നീലയാവുമ്പം ബ്ലാക്ക് പോലെ തന്നെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ആ കളറും വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് ഒട്ടും കൊള്ളില്ലായിരുന്നല്ല, ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു ഇത് പെയിൻ്റ് അടിച്ചെടുക്കാനായിട്ട്. കാരണം ഇത് കുപ്പിയിൽ അടിക്കുമ്പോൾ ലൈറ്റ് ആവുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇപ്രാവശ്യം ഫെവിക്കോൾ ആണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തുമില്ലായിരുന്നു പെയിൻ്റ് അടിക്കാൻ നേരത്ത്. അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. വൈറ്റ് കളറിലെ പെയിൻറ്റ് എൻ്റെ തീർന്നിരിക്കുകയായിരുന്നു ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്ത സമയത്ത്. ഞാൻ പിന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇന്ന് ഞാനൊരു ബോട്ടിലായിട്ട് ചെയ്യാൻ പോകുന്നത് വൈറ്റ് കളർ വെച്ചിട്ട് തന്നെയാണ്. ചെയ്യാനായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. ഇത് വോയിസ് ഓവർ ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ ഇല്ലാത്തതുകൊണ്ട് വൈറ്റ്നറാണ് അതിന് യൂസ് ചെയ്തത്. വൈറ്റ്നർ വെച്ചിട്ടൊരു പാത്രത്തിലോട്ട് അതിൻ്റെ ആ സംഭവം, ആ മിക്സ്ചർ എടുത്തിട്ട്, ആ ലിക്വിഡ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഞാനൊരു ബ്ലെൻഡിങ് സ്റ്റമ്പ് വെച്ചിട്ടാണ് ഇങ്ങനെ കുത്തിട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രഷ് യൂസ് ചെയ്തു, ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്തു, പിന്നെ വൈറ്റ്നർ വെച്ച് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. ഇങ്ങനത്തെ ഒരു പൂവിൻ്റെ മോഡൽ ആദ്യം വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡ് കളറിലെ പെയിൻറ്റ് വെച്ചിട്ട് കുറച്ച് കുത്തുകളൊക്കെ ഇടാണ്. ആദ്യമേ കുഞ്ഞു കുത്തുകളാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനതൊന്ന് കുറച്ചുകൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ഇച്ചിരി വലിയ വട്ടം എന്തുവാണെങ്കിലും ഇതാക്കിയിട്ടുണ്ട്. രണ്ടും ഒന്നാണല്ലോ. ഈ കുത്തിട്ടുള്ള വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുഞ്ഞു കുഞ്ഞു കുത്തും വലിയ കുത്തുമായിട്ട് ഡോട്ട്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നല്ല മെനക്കേടാണ്. അത് കുത്തിയിരുന്ന് ചെയ്യേണ്ടി വരും. സോ മടി കാരണമാണ് ചെയ്യാത്തത്. ഇത് അങ്ങനത്തെ ഏകദേശം അങ്ങനത്തെ ഒരു വർക്കായിരുന്നു. ഇച്ചിരി പണിയുണ്ടായിരുന്നു, എങ്കിലും ഒറ്റ ഇരിപ്പിന് തന്നെ ഞാൻ തീർക്കുമായിരുന്നു. എന്നിട്ട് ആ റെഡ് കളർ ഒന്ന് ഇലാബറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗോയിപ്പൊട്ടില്ലേ, അതുപോലെ നമ്മൾ മഞ്ഞ കളറിൽ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രീൻ കളറിൽ പെയിൻറ്റും വെച്ചിട്ട് ഇങ്ങനെ ഒരു വര ഇപ്പുറത്ത് വര അങ്ങനെ ഇതിൻ്റെ ചുറ്റും വരച്ചു കൊടുത്തു. ഇത്രയും വരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കുപ്പി ആകമാനം ഞാൻ നോക്കി, ഇത്രയും മതിയോ, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഇത്ര മതിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നി വേറെ എന്തെങ്കിലും കൂടെ ചെയ്യാമെന്ന് കരുതി 3 കുത്തെടുത്തിട്ട്, എന്നിട്ട് ഈ പരിപാടി പോകുന്ന ഒരു വഴിയൊന്നും പറയണ്ട. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ 3 കുത്ത് ഇങ്ങനെ കുറേ കുത്തുകൾ വീതം 3 സൈഡിൽ നിന്ന് വരാനായിട്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം തെക്കോട്ടും ഒരെണ്ണം വടക്കോട്ടും ഒരെണ്ണം പടിഞ്ഞാട്ടും ആയിപ്പോയി. സോ ഞാൻ അത് കുറച്ചൊന്ന് മാറ്റി എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ പച്ചയും മഞ്ഞയും കൂടെ അത് ഇങ്ങനെ കണക്ട് ചെയ്തു, അത് രണ്ടും കൂടെ. അപ്പോൾ ഈ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും പോയത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാൻ ഇതിപ്പോൾ ഒരു പൊട്ടോ ഒരു കമ്മലിൻ്റെ ഇത്തരത്തിലൊരു കമ്മൽ എനിക്കുണ്ട് കേട്ടോ. ആ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടെ റോക്കി താറാവിനിട്ട് ഓടിച്ച് ഇവിടെ ബഹളം നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മഞ്ഞ ഡോട്ട് ഇടാൻ പോവാണ്. ഇങ്ങനെ ഏതോ ഒരു നാട്ടിലെ പെൺപിള്ളേർ ഇങ്ങനെ ഒരുങ്ങിയിട്ട് പിരിയത്തിൻ്റെ മണ്ടയ്ക്കൂടെ ഇങ്ങനെ വെള്ളക്കുത്ത് ഇങ്ങനെ ഇടത്തില്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇട്ടപ്പോഴത്തേക്കിന്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് കുത്തിട്ട് കൊടുത്തിട്ട് ആ കുത്ത് ഇച്ചിരി ഒന്ന് വലുതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണണമല്ലോ വല്ലവരും നോക്കുമ്പം. പിന്നെ മണ്ടവശത്താണ് കുറച്ച് പെയിൻറ്റ് അങ്ങോട്ട് കയറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് ബ്ലാക്ക് കളർ വെച്ചിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. മണ്ടയ്ക്കോട്ട് ഞാൻ പെയിൻറ്റ് അടിച്ചില്ല, അതൊരു ഗോൾഡൻ കളറായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.